ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ് അതേപോലെ സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യണം. സ്റ്റാർട്ടിങ്ങിൽ അടിഭാഗത്തുനിന്ന് ഒരു എയർ തള്ളണ പോലൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. വാട്ടർ സർവീസ് ചെയ്യണം. അതേപോലെ ഹെഡ്ലൈറ്റ് ചില സമയങ്ങളിൽ വർക്കിംഗ് അല്ല. ബ്രേക്ക് ചെക്ക് ചെയ്യാം. ഫ്രണ്ട് ഗട്ടറിൽ ചാടുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണം. സെൽഫ് ചെക്ക് ചെയ്യുക. ഹെഡ്ലൈറ്റ് സ്വിച്ച് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ആക്സിലേറ്റർ കേബിളൊക്കെ നല്ല ടൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ഗട്ടറിൽ ചാടുമ്പോൾ സൗണ്ട് ഉണ്ട്. പിന്നെ ബാറ്ററിയുടെ ക്ലാമ്പൊക്കെ വിട്ടിടുന്നിട്ട് അവിടെ നിന്ന് വരുന്ന സൗണ്ട് ഉണ്ട്. അതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നിയേക്കണ കംപ്ലയിൻറ്റ്. നമ്മൾ വണ്ടി ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിന് നമ്മൾ കയറ്റിയേക്കണേ. ബാക്ക് വീലിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതും ഇരിക്കുന്നത് കമ്പനി ലൈനറാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറിനെ നമുക്ക് കിടക്കണേ. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കുറേ കൂടി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ നിലവിൽ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ഗിയർ ബോക്സിൽ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ വളരെ മോശമായിട്ടുണ്ട്. അപ്പോൾ ഈ ഗിയർ ഓയിൽ നമുക്കൊന്ന് മാറ്റിക്കളയാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കുന്ന സമയത്തുണ്ടല്ലോ, ക്ലച്ചിനകത്ത് മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് നമുക്കത് ഈ ക്ലച്ചും ക്രാങ്ക് ഷാഫ്റ്റുമേന്ന് തന്നെ ഈ ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്താണ് ഈ വീലുകളൊക്കെ പിടിപ്പിക്കുക. അതായത് ഈ വീല് അതിൻ്റെ ഉള്ളിൽ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് വരും. അതേപോലെ ഈ വീൽ അതിൻ്റെ മുകളിലൊരു ഫാൻ വരും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എവിടെയോ അഴിച്ച് മാറ്റിയേക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വന്ന ആ സ്റ്റെപ്പ് പോലെ വന്നൊരു വീലുണ്ട്, ഒരു കട്ടയുണ്ട്. അത് എനിക്ക് തോന്നുന്നു മില്ലിങ് തിരിച്ച് അതിൻ്റെ ഉള്ളിൽ പൊസിഷൻ മാറ്റിയാണ് അടിച്ച് കയറ്റിയത്. പൊസിഷൻ മാറ്റി കയറ്റിയപ്പോൾ സംഭവിച്ചാണെന്ന് വെച്ചാൽ ഈ മില്ലിങ് അത് കറക്റ്റ് ആ ലെവലിലേക്ക് തന്നെ ഇറങ്ങി പോകണം. ഇത് പൊസിഷൻ മാറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ത്രെഡ് ഫുള്ള് കംപ്ലൈൻ്റ് ആയേക്കാണ്. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സൈഡിൽ മില്ലിങ് ഫുള്ള് കംപ്ലൈൻറ്റിലേക്ക് പോയേക്കാം. അപ്പോൾ ഇത് ഞാനൊരു കണക്കിന് അഴിച്ചെടുത്തു. പക്ഷേ ഈ വീല് വന്ന ഭാഗത്ത് നിലവിൽ കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ തൽക്കാലം ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല, ഇതെങ്ങനെ തന്നെ നിർത്താം. കാരണം എന്താ വെച്ചാൽ നമ്മളിതുമേ ഒരുപാട് അഴിച്ച് ഈ വീലിൻ്റെ മില്ലിങ്ങിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫുള്ളായിട്ട് അഴിക്കാണ്ട് മാറില്ല. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കണ ഈ സാധനത്തിലൊക്കെ ചെറിയ തേമാനമുണ്ട്, ഡാമേജ് ആണെന്ന് തോന്നണു. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഷേക്ക് കാണുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് അഴിച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ പിന്നെ നമ്മളത് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കയറ്റാൻ പറ്റുള്ളൂ. ഈ ഷാഫ്റ്റിന് കംപ്ലയിൻറ്റ് മില്ലിങ്ങിൻ്റെ കംപ്ലയിൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആ ക്രാങ്ക് അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് മാറ്റണം. ക്രാങ്ക് എന്ന് പറയുന്ന യൂണിറ്റ് എഞ്ചിൻ്റെ ഏറ്റവും മെയിനായിട്ട് വന്ന ഹാർട്ടിൻ്റെ ഭാഗമാണ്. അതായത് ഇപ്പോൾ ഒരു ഹാർട്ടായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ അതാണ് ഈ വണ്ടിയുടെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഐറ്റം. ഏകദേശം ഒരു 4000 ചില്ലാൻ രൂപ വില വരുന്ന സാധനമാണ്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ച് എഞ്ചിൻ വർക്കായിട്ട് ചെയ്യേണ്ട കേസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇട്ടതിൽ വന്നൊരു മിസ്റ്റേക്ക് കൊണ്ട് വന്നേക്കുന്ന കേസാണ്. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ നിലവിൽ നമ്മൾ ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇപ്പോൾ ബെൽറ്റൊക്കെ ആയാലും ബെൽറ്റ് ഈ സൈഡൊക്കെ നൂലൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇതൊക്കെ തന്നെ ക്ലിയർ ചെയ്തിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. മാക്സിമം യൂസ് ചെയ്ത് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിൽ അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും ചെയ്യേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഉറപ്പായിട്ടും വരും. കാരണം ഈ മില്ലിങ് ഇപ്പോൾ തൽക്കാലം നമ്മൾ അങ്ങനെ തന്നെ കയറ്റി കറക്റ്റ് ഒരു പതുക്കൊന്ന് മുട്ടി കയറ്റി ടൈറ്റ് ചെയ്ത് വെക്കാം എന്തായാലും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മേജർ കംപ്ലയിൻറ്റ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കേസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അത് നമുക്ക് നാളെ ഒരിക്കലും നല്ലൊരു പണി വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ബാക്കിയത്തെ ഭാഗങ്ങൾ നമ്മളിപ്പോൾ ക്ലച്ചൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തൽക്കാലം ആ രീതിയിൽ തന്നെ ഓടട്ടെ. അറിഞ്ഞു വയ്ക്കുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമൊക്കെ കണക്ക് കൂട്ടി കയറ്റി അത് അറേഞ്ച് ചെയ്ത് മാറ്റാം. അത്യാവശ്യം എമൗണ്ടും പ്രതീക്ഷിക്കേണ്ടി വരും. ഏകദേശം ഒരു 10 രൂപ മുകളിൽ എന്തെങ്കിലും ചിലവ് തന്നെ കേസാണ്. പിന്നെ നമ്മൾ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ അഴിച്ചാൽ ഗ്യാസ്കറ്റ് മാറ്റിയിടാം. ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. പക്ഷേ ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടാം. ചോക്ക് കേബിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഇപ്പം നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. പക്ഷേ കാർബേറ്ററിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്ത് കരുതി നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് കാർബേറ്റർ കയറ്റി അഴിക്കാനും നിൽക്കണ്ട. പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ E20 എന്ന് പറഞ്ഞ പെട്രോളാണ്. അത് ഉപയോഗിച്ച് ഓടിക്കുന്ന വണ്ടികളെല്ലാം തന്നെ ഒട്ടുമിക്ക വണ്ടികളും കംപ്ലയിൻ്റ് ആണ്. 2023 മുമ്പുള്ള ഒട്ടുമിക്ക വണ്ടികളും കംപ്ലയിൻറ്റ്സ് തന്നെയാണ്. കംപ്ലയിൻറ്റ്സ് എന്ന് പറയാൻ കാരണം ഈ കാർബേറ്റർ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ പെട്രോൾ അതിനകത്ത് വന്ന് ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മുടെ എഞ്ചിനിലേക്ക് ആവശ്യത്തിനുള്ള പെട്രോൾ ഇടുക. ആ വന്ന് പെട്രോൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ അലുമിനിയം ബോഡിയാണ് ഈ കാർബേറ്റർ എന്ന് പറയുന്ന ഐറ്റം. അത് കെമിക്കൽ റിയാക്ഷൻസ് മൂലം അതിന് ദ്രവിച്ച് പോവുക, പല കംപ്ലയിൻറ്റ്സുകൾ, ട്യൂണിങ് കിട്ടാണ്ട് വരാം, ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, അങ്ങനെ പല പ്രോബ്ലംസും വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കും കാണിക്കും. അത് എന്ന് കാണിക്കും എന്നുള്ള കേസിൽ സംശയമുള്ളൂ. ചിലപ്പോൾ ഇന്ന് കാണിക്കാം, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാവാം, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാവാം. എന്തായാലും കംപ്ലയിൻറ്റ് വരും എന്നുള്ളത് ഉറപ്പാണ്.
അപ്പോൾ അതുവരെ നമ്മൾ തൽക്കാലം വേറെ ഒന്നും ഇത് അഴിക്കാനോ പിടിക്കുകയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കാരണം പരമാവധി യൂസ് ചെയ്യാം. എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, മിസ്സിങ്, വണ്ടി ഓഫായി പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗ്ഗമില്ല നമുക്ക്. അപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. ഓവർഫ്ലോ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിച്ചാൽ കാർബറേറ്റർ മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് കാർബറേറ്റർ തൽക്കാലം അഴിക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കേസ്. പിന്നെ ആക്സിലേറ്റർ കേബിൾ എന്തെങ്കിലും ടൈറ്റാണ്, അത് നമുക്ക് പുറമേ തന്നെ അഴിച്ച് മാറ്റാവുന്നുള്ളൂ. അത് നമുക്ക് കൈയോടെ മാറ്റി കളയാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ സൗണ്ട് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഫ്രണ്ടിൽ വന്ന ബുഷുകൾ കംപ്ലയിൻ്റ് ആയിട്ടാണ്. അതായത് ഈ ഷോക്കിൻ്റെ ബുഷ് ഒരു റബ്ബർ ടൈപ്പാണ്, മൊത്തം പൊടിഞ്ഞു പോയി. ഈ മെറ്റൽ ബുഷുമ്പോൾ മാത്രമാണ് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയാണ് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്. ലിങ്കിൻ്റെ ബുഷിനും അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് അഴിച്ച് നോക്കിയിട്ട് കോളർ മാറ്റിയാൽ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കോളർ മാത്രം മാറ്റാം. അതല്ലെങ്കിൽ അസംബ്ലി ആപ്പാടി അതിൻ്റെ ഉള്ളിലുള്ള ഫൈബർ ബുഷും മെറ്റലും കൂടിയിട്ട് വന്നാൽ കിറ്റായിട്ട് വരും. അതങ്ങനെ മാറ്റേണ്ടതായിട്ട് വരും. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ബ്രേക്കിൻ്റെ കേബിളുകളെല്ലാം തന്നെ കംപ്ലൈൻറ്റാണ്. അതായത് ഈ ഒരു കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കോമ്പി ബ്രേക്ക് കേബിൾ ഫുള്ള് ലോഡായിട്ട് എടുക്കുക. ഇപ്പുറത്തെ ബ്രേക്ക് കേബിളും ടൈറ്റ് തന്നെയാണ്. സെയിം സിറ്റുവേഷനാണ് ബാക്കിലേക്ക് പോകണ ബ്രേക്കിൻ്റെ കേബിൾ കേട്ടോ. അപ്പോൾ ബ്രേക്ക് പക്ക ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ കേബിളുകൾ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. കേബിൾ മാറ്റി പുതിയത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ കേസ് നമ്മൾ നോക്കുന്നുണ്ട്. ഫ്രണ്ട് വീല് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വീൽ ബെയറിങ്ങിനൊന്നും കുഴപ്പമൊന്നുമില്ല. ബെയറിങ്ങൊക്കെ നല്ല ബെയറിങ്ങാണ്. അതേപോലെ ടയറിൻ്റെ പെർഫെക്ഷൻ അത്ര ക്ലിയർ അല്ല. നമുക്ക് ശരിക്കും ഈ മോഡൽ ടയർ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതായത് കമ്പനി വന്ന മോഡൽ സാപ്പർ മോഡൽ എന്ന് പറയും. MRF തന്നെ സാപ്പറൊക്കെ കിട്ടും, അല്ലെങ്കിൽ MRF എപ്പോഴോ അങ്ങനെ ഏതെങ്കിലും ടയർ നോക്കിയിട്ട് ഇടാം. ഇതിപ്പോൾ കരിച്ച് റേറ്റ് കുറവായിരിക്കും, പക്ഷേ നമുക്ക് കുറേ കൂടി കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റേ മോഡലാണ്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ്, ബാക്ക് ടയർ നമ്മുടെ പെട്ടെന്ന് തീരും. ആ ടയർ തീരുമ്പോൾ ഈ ഡിസ്ക് 4 നട്ട് അഴിച്ച് നമുക്ക് ഡിസ്ക് അഴിച്ച് ബാക്കിലേക്ക് ഇടാം. ബാക്കിലത്തെ ഡിസ്ക് അഴിച്ചിട്ട് അതുമ്പോൾ പുതിയ ടയർ ഇട്ടിട്ട് അത് ഫ്രണ്ടിലിടാം. അപ്പോൾ അതിൻ്റെ ഈ ബുഷൊക്കെ പോയി കിടന്ന് ഓടിയേക്കണതിൻ്റെ ആ ഒരു വെട്ടൽ എന്തെങ്കിലും ടയറിനുണ്ടാവും. അത് അങ്ങനെ റൊട്ടേഷൻ ചെയ്യുമ്പോൾ മാറിക്കോളും. കാരണം നമുക്ക് ഫ്രണ്ടും ബാക്കും സെയിം അളവാണ് തന്നെ, 10 ഇഞ്ചിൻ്റെ തന്നെയാണ് ഫ്രണ്ടും ബാക്കും തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങോട്ട് ക്ലിയറായി പോയിക്കോളും. അതുവരെ നമ്മളിപ്പോൾ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റിയാലും ചെറിയൊരു ഷെയ്ക്ക് ഹാൻഡിലിൻ്റെ ഭാഗത്തുനിന്ന് കാണിക്കും, ഒരു പാളൽ അനുഭവപ്പെടും. അതൊക്കെ ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. പിന്നെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം ബാറ്ററിയാണ്. ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫ് റെഡി ആവുള്ളൂ. നമുക്കത് നോക്കുമ്പോൾ 12.57 ബാറ്ററിയുടെ വോൾട്ട് നിലവിൽ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് വർക്കാവും. നമ്മൾ ഈ കണ്ടീഷൻ നിൽക്കുന്ന സമയത്ത് ഹോണൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. പക്ഷേ സെൽഫ് അടിക്കാൻ നേരത്ത് നമുക്ക് മോട്ടർ അത്യാവശ്യം ലോഡ് ആവശ്യപ്പെടും. ആ സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടോ കൊടുക്കാനായിട്ടോ ബാറ്ററിക്ക് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ സെൽഫ് എടുക്കാത്ത കംപ്ലയിൻറ്റ് വരും. അതാണ് സെൽഫിൻ്റെ പ്രശ്നം ഇപ്പോൾ നിലവിൽ വണ്ടിക്ക് കാണിക്കുന്നത്. അപ്പോൾ സെൽഫ് മോട്ടർ പവർ എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. 9.5 വോൾട്ട് തന്നെ വരുമ്പോൾ വോൾട്ട് വേരിയേഷൻ ഉണ്ട്, വീക്കാണെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ നമ്മളിവിടെ ശരിക്കും സെൽഫ് മോട്ടർ ലോഡ് എടുക്കുമ്പോൾ ആവശ്യപ്പെടുന്ന ഇത് നമ്മളിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ലോഡ് കൊടുക്കുന്ന സമയത്ത് വോൾട്ട് താഴേക്ക് പോകണമെങ്കിൽ 6 വോൾട്ടിലേക്കൊക്കെ പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി മാറ്റാതെ കൊണ്ട് നമുക്ക് സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേസ് റെഡിയാക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്പീഡോമീറ്റർ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഈ യൂണിറ്റ് ഉപയോഗിക്കാണ്ടിരുന്നിട്ട് മെക്കാനിസം അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ആയേക്കാണ്. അപ്പോൾ നമ്മൾ കേബിൾ മാറ്റിയിട്ടത് കൊണ്ട് 100% ക്ലിയർ ആവില്ല. കേബിൾ നിൽക്കില്ല, പൊട്ടിപ്പോവും. നമ്മൾ ആ പൈസ പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ മീറ്റർ അസംബ്ലി മാറ്റണം. അതിന് ശേഷം കേബിളും ആ വീലിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗൺ പിൻ സെറ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിക്കോളും. വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ തുടങ്ങിയിട്ട് ബാക്കിയത്തെ മെയിൻ്റനൻസ് സർവീസുകളെല്ലാം തന്നെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് സ്പീഡോമീറ്റർ എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിന് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് അതൊന്ന് ഓർഡർ കൊടുത്ത് വയ്ക്കുക, ഓർഡർ കൊടുത്ത് വരുത്തി മാറ്റിക്കളയാം. കാരണം ഓൾറെഡി നമ്മൾ സ്റ്റോക്കിൽ വെക്കില്ല, സംഭവം ആവശ്യത്തിന് വരുത്തി ഇടുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മളത് ഓൾറെഡി ബുക്ക് ചെയ്ത് വരുത്തി സെറ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു പോയിൻറ്റ് ബൾബിനകത്ത് 2 പോയിൻറ്റ് വരാം, ഹൈയും ഡിമ്മും ഇതിനകത്ത് തന്നെ വന്നെ. അങ്ങനെ ഒരു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ചിനും ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം കേട്ടോ. സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന ഈ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്, അത് ചേഞ്ച് ചെയ്ത് കളയണം. സ്പാർക്ക് പ്ലഗ് ചെറിയൊരു ടൈറ്റോട് കൂടിയിട്ടാണ് അഴിഞ്ഞു പോകുന്നതാണ്. തൽക്കാലം നമുക്ക് ത്രെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തന്നെ റീസെറ്റ് ചെയ്യാം. പ്ലഗ് മാറ്റുമ്പോൾ കൂട്ടത്തിക്കടെ എയർ ഫിൽറ്റർ മാറ്റുന്ന സമയത്ത് കൂട്ടത്തിക്കടെ പ്ലഗ് കൂടി മാറ്റി കളഞ്ഞാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. ഓയിൽ താരതമ്യേന ലെവൽ കുറവ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ നമ്മൾ നിർബന്ധമായിട്ട് 3000 കിലോമീറ്ററിനുള്ളിൽ മാറ്റണം. ഇപ്പോൾ ഇതിന് നിലവിൽ ഓയിൽ ലെവൽ കുറവുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 മാസം കഴിയുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം. കാരണം അത് എത്രത്തോളം ലെവൽ കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള ദിവസം നമ്മൾ അറിഞ്ഞിരിക്കണം. കൂടുതലായിട്ടുള്ള മേജർ കംപ്ലയിൻറ്റിലേക്ക് പോവാതെ നമ്മളത് കറക്റ്റായിട്ട് നോക്കണം. കാരണം ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ മെയിൻ പ്രോബ്ലംസിലേക്ക് വരും.
അപ്പോൾ നമ്മുടെ ശ്രദ്ധ കുറയുമ്പോഴാണ് ഈ പ്രോബ്ലംസൊക്കെ വരാം. പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. എൻജിൻ ഓയിലും വണ്ടിയുടെ സ്പീഡോമീറ്ററായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. കാരണം മീറ്ററിനെ നോക്കിയിട്ട് വേണം നമുക്ക് എൻ്റെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട്, എത്ര കിലോമീറ്റർ ഓടി എന്നതിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീറ്ററും എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ള ദിവസം ഇതിനകത്ത് അറിയാം. അപ്പോൾ അത് നോക്കി ക്ലിയർ ചെയ്യാൻ ദിവസം മറക്കരുത്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണെങ്കിലും അതിന് പുറമെ വന്ന കേസുകൾ എന്ന് പറയുന്നത് ബ്രേക്കിൻ്റെ കേബിൾ 3 ബ്രേക്ക് കേബിൾ മാറ്റാനുണ്ട്. 3 ബ്രേക്ക് കേബിൾ മാറ്റാതെ ജനറൽ സർവീസിന് പുറമെ വന്ന കേസാണ്. ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റാനുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് ഈ ക്ലച്ചിനകത്തുള്ള കേസ് അറിഞ്ഞിരിക്കുക. അതിനകത്ത് കംപ്ലൈൻ്റ് ആണത്. അത് മേജർ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരും. നല്ല പൈസ മുടക്ക് വരാൻ സാധ്യതയുള്ളൊരു വർക്കാണത്. അത് കണ്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ അത് മേജർ കംപ്ലൈൻറ്റിലേക്ക് എന്തെങ്കിലും സെൽഫ് എടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവാണ്ട് വരാം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാം. ആ വന്ന സമയത്ത് പിന്നെ വേറെ മാർഗ്ഗമില്ല, അഴിക്കുക, ക്ലിയർ ചെയ്യുക. അതാണ് അതൊന്നും ചെയ്യാൻ പറ്റുക. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല അഴുക്കാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അഴിച്ച് കഴുകുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാഷിംഗ് എന്ന് പറയുമ്പോൾ ബോഡി ഇങ്ങനെ മൊത്തം അടച്ചു വെച്ചിട്ട് നമ്മൾ പുറമേ നിന്നുള്ള ചെളിയാണ് പോകുള്ളൂ. ഉള്ളിലെ ചെളിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ഞാൻ എസ്റ്റിമേറ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. എന്തായാലും റിപ്ലൈ ചെയ്യണം, കാരണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് വിളിക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് വിളിച്ച് ഡയറക്റ്റ് ആ കംപ്ലയിൻറ്റ് അത് പരിഹരിക്കുക. അതിന് ശേഷം റിപ്ലൈ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ.